നൗ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരെ ഒരു തിയറം എഴുതുന്നു, അത് പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാണോ നോക്കുന്നു. തിയറം ഇതാണ് പറയുന്നത്. ഫോർ എവരി epsilon greater than 0, for every epsilon greater than 0, there exists a delta greater than 0 such that 1 minus delta is less than x less than 1 plus delta. 1 minus delta less than x less than 1 plus delta implies that 5 minus epsilon less than 2x plus 3 less than 5 plus epsilon. അതായത് ഇതിന്റെ മീനിങ് നോക്കുക. നിങ്ങൾ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും, അതായത് നിങ്ങൾ ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും, പോസിറ്റീവ് റിയൽ നമ്പർ എടുത്താലും, നിങ്ങൾക്ക് മറ്റൊരു പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നിങ്ങൾക്ക് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ കഴിയും. സച്ച് ദാറ്റ് എപ്പോഴാണോ നിങ്ങളുടെ എക്സ് 1 മൈനസ് ഡെൽറ്റയുടെയും 1 പ്ലസ് ഡെൽറ്റയുടെയും ഇടയിൽ കിടക്കുന്നത്, അതാണ് അവർ പറയുന്നത്. സച്ച് ദാറ്റ് 1 മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 പ്ലസ് ഡെൽറ്റ, എപ്പോഴാണോ നിങ്ങളുടെ ഡെൽറ്റ ഇതിനിടയിൽ കിടക്കുന്നത്, അങ്ങനെയാണെങ്കിൽ 2x plus 3 എന്ന് പറയുന്നത് 5 മൈനസ് എപ്സിലോണിന്റെയും 5 പ്ലസ് എപ്സിലോണിന്റെയും ഇടയിൽ കിടക്കുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, എപ്പോഴാണോ 1 മൈനസ് ഡെൽറ്റയുടെയും 1 പ്ലസ് ഡെൽറ്റയുടെ ഇടയിൽ എക്സ് കിടക്കുന്നത്, അപ്പൊ 2x plus 3 എന്ന് പറയുന്നത് 5 മൈനസ് ഡെൽറ്റയുടെയും 5 പ്ലസ് ഡെൽറ്റയുടെ ഇടയിൽ കിടക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതിന്റെ പ്രൂഫിലേക്കാണ് പോകുന്നത്. ഇതിന്റെ പ്രൂഫ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദിസ് ഇസ് എന്താണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഫോളോഡ് ബൈ ആൻ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. ദിസ് ഇസ് ആൻ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഫോളോഡ് ബൈ ആൻ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. അതായത് ഇപ്പൊ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എല്ലാ എപ്സിലോണിനും ശരിയായിട്ട് കാണിക്കണം. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കണം. ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചതാണ്. സച്ച് ദാറ്റ് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ താനെ ഇംപ്ലൈ ആയിക്കൊള്ളണം. അതാണ് നമ്മുടെ ജോലി. സംഭവം ഏത് എപ്സിലോണും സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലുള്ള എല്ലാ എപ്സിലോണും ഒന്നും എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഫോർ എവരി എപ്സിലോൺ നിങ്ങൾ ശ്രദ്ധിക്കുക, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എല്ലാ എപ്സിലോണിനും ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് എത്ര പോസിറ്റീവ് റിയൽ നമ്പർ ഉണ്ട്, എല്ലാ പോസിറ്റീവ് റിയൽ നമ്പറും എടുത്തുകൊണ്ടിരിക്കണം. അവർക്ക് എല്ലാവർക്കും ഡെൽറ്റ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. അത് ഇൻകൺവീനിയന്റ് മീൻസ് അത് നടക്കാത്ത കാര്യമാണ്. ദിസ് ഇസ് ഇംപോസിബിൾ. കാരണം എത്ര പോസിറ്റീവ് റിയൽ നമ്പർ ഉണ്ട്, ഇഷ്ടം പോലെ, ഇൻഫിനിറ്റ്ലി മെനി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അവർക്ക് എല്ലാവർക്കും എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയിലേക്ക് പോകും. എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞുതരാം. സേ ഫോർ എക്സാമ്പിൾ ഒരു മെജീഷ്യൻ ഒരു ക്രൗഡിൽ നോക്കിയിട്ട് പുള്ളി പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടമുള്ള ആരാണോ അയാൾ എണീക്കുക. സ്വാഭാവികമായി ഒരാൾ എണീക്കും. അയാളോട് ഇഷ്ടമുള്ള നമ്പർ മനസ്സിൽ വിചാരിക്കാൻ പറയുന്നു. അയാൾ മനസ്സിൽ വിചാരിച്ചാൽ 5 ആണെന്ന് വിചാരിക്കുക. 5. മജീഷ്യൻ കൃത്യമായി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് 5 അല്ലേ എന്ന് പറയും. മനസ്സിൽ വിചാരിച്ച 5 അല്ലേ എന്ന് പറയും. അപ്പൊ നമ്മുടെ സിനോറിയോ എന്താണെന്ന് നോക്കുക. ഒരു മജീഷ്യൻ ഒരു വലിയ ക്രൗഡിനെ നോക്കി പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് എണീക്കാം. ഒരാൾ എണീക്കുന്നു. അതിനുശേഷം അയാളോട് പറയാണ്, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു നമ്പർ മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പൊ അയാള് 5 എന്നൊരു നമ്പർ മനസ്സിൽ വിചാരിക്കുന്നു. മജീഷ്യൻ അയാൾ മനസ്സിൽ വിചാരിച്ച നമ്പർ കൃത്യമായി പറയുന്നു, 5 ആണ്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ അർത്ഥം മജീഷ്യൻ
മജീഷ്യന് ആ ക്രൗഡിലുള്ള ആര് ഏത് നമ്പർ മനസ്സിൽ വിചാരിച്ചാലും പറയാൻ കഴിയുമെന്നാണോ, അതോ ആ ക്രൗഡിലുള്ള ആ ഒരു സ്പെസിഫിക് ആള് അയാള് 5 മാത്രം മനസ്സിൽ വിചാരിച്ചാലേ പറയാൻ പറ്റൂ എന്നാണ്? എന്ത് തോന്നുന്നു? ദേവിയേക്ക് പറയാമോ? ആര് മനസ്സിൽ വിചാരിച്ചാലും പറയാൻ പറ്റും. ആര് മനസ്സിൽ വിചാരിച്ചാലും പറയാൻ പറ്റും. അതാണ് ആര് ഏത് നമ്പർ മനസ്സിൽ വിചാരിച്ചാലും പറയാൻ പറ്റും. അതാണ് നമ്മൾ ഓബ്വിയസ്ലി കൺക്ലൂഡ് ചെയ്യുന്നത്. ആര് ഏത് നമ്പർ മനസ്സിൽ വിചാരിച്ചാലും ആ മജീഷ്യന് അത് പറയാൻ പറ്റുന്ന കഴിവുണ്ട്. പക്ഷേ അയാള് ആ ക്രൗഡിലുള്ള എല്ലാവരെയും പരീക്ഷിച്ചോ? ഇല്ല. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ നമ്പരും പരീക്ഷിച്ചോ? ഇല്ല. അയാൾ എന്ത് ചെയ്തു? ഒരു ജനറൽ സെലക്ഷൻ ആണ് നടത്തിയത്. ഒരു ജനറൽ സെലക്ഷൻ ആണ് നടത്തിയത് ആ കൂട്ടത്തിൽ. അയാൾ പറഞ്ഞില്ല, അയാളുടെ സെലക്ഷൻ അൺബയാസ്ഡ് ആയിരുന്നു. എന്താണ്? അയാൾ ഇഷ്ടമുള്ള ആൾ എണീക്കാനാണ് പറഞ്ഞത്, ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം അയാള് ആ ക്രൗഡിലുള്ള ആരെ ഏത് നമ്പർ വിചാരിച്ചാലും അയാൾക്ക് പറയാൻ പറ്റും. സോ ദ സെലക്ഷൻ ഓഫ് നമ്പർ ആൻഡ് ദ പേഴ്സൺ വാസ് ആർബിട്രറി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ നാട്ടിലുള്ള എല്ലാ എപ്സിലോണും എടുക്കില്ല. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ആർബിട്രറി ചോയ്സ് ആണ്. ആർബിട്രറി ചോയ്സ് ആണ്. യാതൊരുവിധ ബയാസും അതിനില്ല. യാതൊരുവിധ ബയാസും അതിനില്ല. ദിസ് ഇസ് എൻ ആർബിട്രറി ചോയ്സ്. നിങ്ങൾക്കത് കാണാം. കാരണം എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. ആർബിട്രറി ചോയ്സ് ആണ്. എനിക്ക് തോന്നിയത് ഇഷ്ടമുള്ള ആളായിക്കോട്ടെ, ഇഷ്ടമുള്ള എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയിക്കോട്ടെ. ഞാനിപ്പോ ഇഷ്ടമുള്ള എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ട് 2 എടുത്താൽ ഓക്കെ, അതൊരു ബയാസ് ആയി. പക്ഷെ ഞാൻ 2 അല്ല എടുത്തിരിക്കുന്നത്, എപ്സിലോൺ. അതിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും. ഡൺ. അപ്പൊ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. അപ്പൊ ഫോർ എവരിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതായിരിക്കും. എല്ലാവർക്കും ശരിയെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നത് ആർബിട്രറി ആയിട്ട് ആ കൂട്ടത്തിലുള്ള ഒരാളെ എടുക്കും, ഇതുപോലെ. എന്നിട്ട് അയാൾക്ക് പ്രൂവ് ചെയ്യും. അയാൾക്ക് ശരിയാണെങ്കിൽ എല്ലാവർക്കും ശരി. അയാൾക്ക് ശരിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ശരി. ഞാൻ എടുത്ത ചോയ്സ് ആർബിട്രറി ആയിരുന്നു. നാട്ടിലുള്ള എല്ലാവരെയും ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ചോയ്സ് അല്ല ഞാൻ എടുത്തത്. ഡൺ. ഇതാണ് കാര്യം. നൗ അപ്പൊ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് പ്രൂവ് ചെയ്യേണ്ട ടാസ്ക് കഴിഞ്ഞു. അതിന് പകരം ഞാൻ ആർബിട്രറി എടുത്തു. ഇനി എനിക്ക് എന്താണ്? ഒരു ഡെൽറ്റ ചൂസ് ചെയ്യണം. അയാള് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നടക്കണം എന്നാക്കണം. ഓക്കെ, സോ ഐ ഹാവ് ടു ചൂസ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. ചൂസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. അതാണ് എന്റെ ടാസ്ക്. അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ കേട്ടോ. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. സോ ഐ ആം ഗോയിങ് ഔട്ട്സൈഡ് ദ പ്രൂഫ്. എനിക്ക് വേണ്ട കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. സൈഡ് ചെയ്യാണ് കേട്ടോ. ഇത് ഒരിക്കലും പ്രൂഫിന്റെ ഭാഗമല്ല. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ടോപ്പിക്കാണ്. അതായത് എനിക്കൊരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യണേ. ആ ഡെൽറ്റ കണ്ടുപിടിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്. ശ്രദ്ധിക്കുക. 5 മൈനസ് എപ്സിലോൺ is less than 2x plus 3 less than 5 plus എപ്സിലോൺ. ഇതാണ് എനിക്ക് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്. എനിക്കിതാണ് വേണ്ടത്. ഞാനിവിടെ ചെയ്യുന്ന എന്താണെന്ന് നോക്കിക്കോണേ. മൊത്തത്തിലൊരു 3 കൊണ്ട് മൈനസ് ചെയ്യും. ഇവിടെ 3 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 കിട്ടും. 2 മൈനസ് എപ്സിലോൺ. ഇവിടെ 3 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 2x കിട്ടും. ഇവിടെ 3 കൊണ്ട് 5 മൈനസ് 3 2 പ്ലസ് എപ്സിലോൺ. എന്നിട്ട് മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 1 മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ 2x ബൈ 2x ലെസ് ദാൻ വീണ്ടും 1 പ്ലസ് എപ്സിലോൺ ബൈ 2. ഡൺ. ഇനി നിങ്ങൾ ഈ അവസാനം കിട്ടിയതിനെയും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെയും
നമുക്കിപ്പോ റെഡ്യൂസ് ചെയ്ത് കിട്ടിയാളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. സാർ ആ പറഞ്ഞോളൂ. സാർ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ റെക്കോർഡിംഗ് ആണ്. ഓക്കെ സാർ. ആ അപ്പോ ഇത് എന്താണ് ഡെൽറ്റ, ഈ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സെന്റൻസും ഈ ഒരു സെന്റൻസും ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. ഡെൽറ്റയുടെ സ്ഥാനത്ത് ε/2 ഇരിക്കുക. ഡെൽറ്റയുടെ സ്ഥാനത്ത് ε/2 ഇരിക്കുക. ശ്രദ്ധിച്ചല്ലോ അല്ലേ? അപ്പോ യുവർ ഡെൽറ്റ, വി ക്യാൻ ചൂസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആസ് ഡെൽറ്റ ഈക്വൽ ടു ε/2. delta equal to ε/2. We will choose delta equal to ε/2. ശ്രദ്ധിക്കുക, ഒരിക്കലും ഞാൻ ഈ സൈഡിൽ എഴുതിയത് പ്രൂഫിന്റെ ഭാഗമല്ല. നമ്മുടെ ടാസ്ക് എന്താണ്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെൽറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇംപ്ലൈ ആകും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കിട്ടിയാൽ ഇത് ഇംപ്ലൈ ആകും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് ഇതാണ്. യു ഹാവ് ടു ചൂസ് എ പർട്ടിക്കുലർ ഡെൽറ്റ. ഒരു ഡെൽറ്റയെ ശൂന്യാകാശത്തിൽ നിന്ന് ചൂസ് ചെയ്യണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അത് നമുക്ക് പറ്റത്തില്ല. വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് വെറുതെ ശൂന്യാകാശത്തിൽ നിന്ന് സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ നേരെ സൈഡിലേക്ക് പോകും. നമുക്ക് വേണ്ടത് എന്താണ്? ആ വേണ്ടതിനനുസരിച്ചിട്ടുള്ള ഡെൽറ്റ അതിൽ നിന്ന് തന്നെ റെഡ്യൂസ് ചെയ്തിട്ട്, ആൻഡ് ഐ ഹാവ് ചൂസൺ ദി ഡെൽറ്റ. നമുക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഡെൽറ്റയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ചുള്ള ഡെൽറ്റയാണ് ചൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി ഇവിടെ ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുഴപ്പമുണ്ടോ? മനസ്സിലായോ? ഞാൻ ഡെൽറ്റയുടെ ചോയ്സ് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ ഡൺ. ശരി, അപ്പൊ ഡെൽറ്റ ചൂസ് ചെയ്തല്ലോ. ശരി, ഡെൽറ്റ ചൂസ് ചെയ്തു. അത് ഇതനുസരിക്കുന്നുണ്ടെങ്കിൽ ഇത് നടക്കുമെന്നാണ് കേട്ടോ. ഇതനുസരിക്കുന്നുണ്ടെങ്കിൽ ഇത് നടക്കും. ശരി, അപ്പൊ നമ്മൾ എടുക്കുന്നു 1 മൈനസ് ഡെൽറ്റ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 പ്ലസ് ഡെൽറ്റ. ഡെൽറ്റയുടെ വാല്യൂ എവിടെ കൊടുക്കുന്നു? ഡെൽറ്റ ε/2 ആണെന്നാണല്ലോ എടുത്തത്. അപ്പൊ 1 മൈനസ് ε/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 പ്ലസ് ε/2. മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 മൈനസ് എപ്സിലൺ ലെസ് ദാൻ 2x ലെസ് ദാൻ 2 പ്ലസ് എപ്സിലൺ. മൊത്തത്തിൽ ഒരു 3 കൊണ്ട് കൂട്ടുന്നു. 2 പ്ലസ് 3 5. 5 മൈനസ് എപ്സിലൺ ലെസ് ദാൻ 2x പ്ലസ് 3. 2x പ്ലസ് 3 ലെസ് ദാൻ 2 പ്ലസ് 3 5. 5 പ്ലസ് 6 കിട്ടി. നമുക്ക് വേണ്ട കൺക്ലൂഷൻ കിട്ടി. ഡൺ, കാര്യം കഴിഞ്ഞു. ആൻഡ് ഹെൻസ് ദ പ്രൂഫ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും കാര്യം ശരിയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നാട്ടിലുള്ള എല്ലാ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യം ശരിയാവില്ല. അത് ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല. സോ വി വിൽ യൂസ് ദ മെജീഷ്യൻസ് ട്രിക്ക്. അങ്ങനെ ഒന്നും എഴുതി വെക്കരുത്. മെജീഷ്യൻസ് ട്രിക്ക് ഒന്നും എഴുതി വെക്കരുത്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. ഇതാണ് ആ ട്രിക്ക്. എപ്സിലോണിന്റെ ചോയ്സ് നിങ്ങൾക്ക് കാണാം. വളരെ ജനറൽ ചോയ്സ് ആണ്. കഴിഞ്ഞു. ഈ എപ്സിലോണിന് ശരിയാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നാട്ടിലുള്ള എല്ലാ എപ്സിലോണിനും ഗ്രേറ്റർ ദാൻ 0ക്ക് ശരിയായി പ്രൂവ് ചെയ്യണമെന്നില്ല. ശരി, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആർബിട്രറി. ആൻഡ് നൗ ഐ ഹാവ് ടു ചൂസ് എ ഡെൽറ്റ. ഇവിടെ എന്താണ് പ്രശ്നം? ഒരു പർട്ടിക്കുലർ ഡെൽറ്റയാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന കാര്യം അനുസരിക്കുന്ന ഒരു ഡെൽറ്റയെ ചൂസ് ചെയ്യണം. ശരി, നമ്മൾ ആ ഡെൽറ്റയെ ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് സൈഡ് ചെയ്തത്. ദാറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൂഫ്. നമുക്ക് വേണ്ട കൺക്ലൂഷൻ എന്താണ് അത് നോക്കി. എന്നിട്ട് എന്റെ ഹൈപ്പോത്തസിസ് ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണെന്നാണ് അല്ലേ? ഈ കൺക്ലൂഷൻ ഉപയോഗിച്ച് ഹൈപ്പോത്തസിന് സിമിലർ ആയ ഒരു ആർഗ്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പോത്തസിന് സിമിലർ ആവണമെങ്കിൽ നടുക്ക് എക്സ് വേണം. അപ്പൊ എക്സ് കൊണ്ടെത്തിക്കാനായിട്ട് 3 കൊണ്ട് മൈനസ് ചെയ്ത് എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ നടുക്ക് എക്സ് ആയാലും. നടുക്ക് എക്സ് ആയപ്പോ രണ്ട് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 മൈനസ് ε/2 1 പ്ലസ് ε/2 സിമിലർ കൈൻഡ് ഓഫ് എന്താണ് എക്സ്പ്രഷൻ ഹിയർ. അപ്പൊ നമ്മൾ ഡെൽറ്റയെ ε/2 ആയിട്ട് എടുക്കും. ε/2 ആയിരിക്കും. ഈ സാധനം പ്രൂഫിന്റെ പാർട്ടല്ല. ഒരിക്കലും പ്രൂഫിന്റെ കൂടെ എഴുതി വെക്കരുത്. ശരി, ഐ ഹാവ് ചൂസൺ എ ഡെൽറ്റ ആസ് ε/2. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് അസ്യൂം ചെയ്യുന്നു. ഞാൻ ഇത് അസ്യൂം ചെയ്യുന്നു. ഈ ഒരു കാര്യം അസ്യൂം ചെയ്തിട്ട്
അത് ഉപയോഗിച്ച് ഡെഡ്യൂസ് ചെയ്ത് നമുക്ക് വേണ്ട കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഈ ഒരു കാര്യം ഉപയോഗിച്ച് അസ്യൂം ചെയ്തിട്ട് നമുക്ക് വേണ്ട കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഡൺ. അപ്പൊ നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. അത്രയും. ശരി, നെക്സ്റ്റ് തിയറം പറയുന്നത് ശ്രദ്ധിക്കുക. തിയറം കാണാതെ പഠിക്കാനുള്ള തിയറം അല്ല, ഇതൊക്കെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടതാണ്. പ്രൂഫ് ടെക്നിക്കിന് വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ലെറ്റ് എഫ് ബി ആൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് എഫ്. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഇന്റഗ്രൽ ഓവർ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് നോട്ട് ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രല് 0 to 1 0 അല്ല എന്ന് വിചാരിക്കുക. then there exists a point x belongs to closed interval 0 1 such that f of x not equal to 0. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. if integral 0 to 1 f of x dx not equal to 0, then there exists a point x belongs to 0 1 such that f of x not equal to 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സിന്റെ 0 to 1 ഉള്ള ഇന്റഗ്രല് 0 അല്ലെങ്കിൽ നമുക്ക് 0 1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെലിന്റെ അകത്ത് ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫിന്റെ ആ പോയിന്റിലുള്ള വാല്യൂ 0 ആകരുത്. ശരി, നിങ്ങൾക്കറിയാം ഇഫും ദെന്നും വന്നിട്ടുണ്ട്. ദിസ് ഇസ് ആൻ ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇഫ്, അതായത് ഇന്റഗ്രൽ 0 to 1 f of x dx not equal to 0 will imply there exists a point. ഞാൻ അപ്പോ there exists a point എന്നുള്ള വാക്കൊക്കെ വിടുകയാണ്. there exists x belongs to closed interval 0 1 such that f of x not equal to 0. ഇതൊരു ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൺട്രാ പോസിറ്റീവും സിമിലർ ആയിരിക്കും. പി ഇംപ്ലൈ ക്യൂ. നിങ്ങൾക്ക് കാണാം, പി ഇയാളാണ്, ക്യൂ ഇയാളാണ്. കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെന്റ് എല്ലാം സിമിലർ ആണ്. അപ്പോ ഇയാളുടെ കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെന്റ് പ്രൂവ് ചെയ്താൽ മതി. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇയാളുടെ കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെന്റ് പ്രൂവ് ചെയ്താൽ മതി. അതൊരു പ്രൂഫ് ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. therefore negation q, ഇതിന്റെ നെഗേഷൻ എടുക്കണം, കോൺസിക്വന്റിന്റെ നെഗേഷൻ എടുക്കണം. there exists for every x belongs to 0 1 f of x not equal to 0, f of x equal to 0 will imply negation of p, that is integral 0 to 1 f of x dx equal to 0. Integral 0 to 1 f of x dx equal to 0. അതായത് മുകളിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ 0 അല്ല എങ്കിൽ ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു വാല്യൂ 0 അല്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചെയ്യാനുള്ള കാര്യത്തിന്റെ കാഠിന്യം എന്താണെന്ന് ആലോചിക്കണം. ഇന്റഗ്രൽ ആണ് തരുന്നത്, എന്നിട്ട് പറയുന്നത് എന്താണ്? അത് 0 അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ആ പോയിന്റിലുള്ള ഏതോ ഒരു വാല്യൂ 0 അല്ലെന്നാണ്. പക്ഷേ ഞാനിപ്പോ അതിന്റെ കോൺട്രാ പോസിറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. അതിന് സിമിലർ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്താണ് പറയുന്നത്?
ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും 0 ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. അത് പിന്നെ പ്രൂവ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ആളുടെയും സഹായം വേണ്ടല്ലോ. പ്രത്യേകിച്ച് ആളുടെ സഹായം വേണ്ടല്ലോ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയല്ലേ. ഫംഗ്ഷൻ 0 ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ 0 ആയിരിക്കും. ഫംഗ്ഷൻ 0 ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രലും 0 ആയിരിക്കും. നത്തിങ് ടു പ്രൂവ്. പ്രൂവ് ചെയ്യാൻ ഇനി ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫംഗ്ഷൻ 0 ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആണ്. ഡൺ. കാര്യം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന തിയറം എങ്ങനെ എത്ര പാടുള്ളതാണെന്നും അതിന്റെ കോൺട്രാ പോസിറ്റീവ് എടുത്തപ്പോ അതിന് സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ കിട്ടുകയും അത് എത്ര ലളിതമായി മാറിയെന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് എത്ര സിമ്പിളായി മാറിയെന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം. തിയറം എഴുതി അതിന്റെ കോൺട്രാ പോസിറ്റീവ് എഴുതി രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. The contrapositive of the statement is much simpler. കോൺട്രാപോസിറ്റീവ് കുറെ കൂടെ സിമ്പിൾ ആണ്. കഴിയും. കുറെ കൂടെ സിമ്പിൾ ആണ്. We are done with it. ഓക്കെ, അപ്പോ ഡൺ. സംഭവം ഇതിന്റെ പ്രൂഫിനെ പറ്റിയിട്ട് നിങ്ങളെ ടെക്സ്റ്റിൽ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് കേട്ടോ. അതായത് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ. അപ്പർ ആൻഡ് ലോവർ റൈമാൻ സം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ പഠിക്കാത്ത കാര്യമാണ്. കാരണം ഇതൊക്കെ ഫൈനൽ സെമ്മിലൊക്കെ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട. പ്രൂഫിന്റെ കാര്യം അവർ പറയുന്നത് മൈൻഡ് ചെയ്യണ്ട. അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ മിണ്ടുന്നതല്ല. അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നതല്ല. അതങ്ങ് വിട്ടേക്ക്, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് മച്ച് സിംപ്ലർ ടു പ്രൂവ്. ഇതൊന്നും അങ്ങനെ ചോദിക്കാനും പോകുന്നില്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല. ഫൈനൽ സെമ്മിലെ അത് പഠിക്കത്തുള്ളൂ. നെക്സ്റ്റ് തിയറം. ലെറ്റ് എക്സ് ബി എ റിയൽ നമ്പർ. If x greater than 0, then 1 by x greater than 0. നോക്കുക, if x greater than 0, 1 by x greater than 0. x 0-നേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 0-നേക്കാൾ വലുതെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതൊരു ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. If x greater than 0, then 1 by x greater than 0. This is an implication statement. പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാനിത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അതായത് ഞാൻ എടുക്കുന്നത്, ഇതിവിടെ ശ്രദ്ധിക്കുക, ഇത് P imply Q ആണ്. അതായത് ഞാൻ എടുക്കുന്നു ലെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0. Assume 1 by x greater than 0 അല്ല, less than or equal to 0. Assume let x greater than 0 തന്നിട്ടുള്ള കാര്യമാണ്. I have assumed that 1 by x less than or equal. 1 by x greater than 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുക ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. x greater than 0 P and 1 by x less than or equal to 0 and 1 by x എന്ന് greater than 0 എന്ന് പറഞ്ഞാൽ എന്താണ്? Q ആണ്. അതിന്റെ നെഗേഷൻ ആണ് ഇവിടെ എത്തിക്കുന്നത്. നെഗേഷൻ നിങ്ങൾക്ക് കാണാം, ഇത് P imply Qന്റെ നെഗേഷൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് കൊണ്ടെത്തിക്കേണ്ടത് ഈ പുള്ളിക്കാരൻ P imply Q is a contradiction എന്നാണ്. ഈ എഴുതി വെച്ചേക്കുന്ന ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് തെളിയിക്കുന്നതോടുകൂടി എന്താണ്, ഈ P imply Qന്റെ നെഗേഷൻ കോൺട്രഡിക്ഷൻ ആവുകയും അതുവഴി P imply Q ടോട്ടോളജി ആവുകയും ട്രൂ ആവുകയും ചെയ്യും. വീണ്ടും പറയുന്നു, P imply Q പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. കോൺട്രഡിക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. നേരെ എന്ത് ചെയ്യുക, അതിന് നെഗേഷൻ എടുക്കുക. P imply Qന്റെ നെഗേഷൻ എടുത്തു. P ആൻഡ് നെഗേഷൻ Q. അതാണ് ലെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അസ്യൂം ചെയ്തു. എന്നിട്ട് 1 by x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്തു. അതായത് ഞാൻ ഇവിടെ ചെയ്തത് P എടുത്തു, നെഗേഷൻ ഓഫ് Q എടുത്തു. അതൊരു കോൺട്രഡിക്ഷൻ ആണെന്ന് തെളിയിക്കുന്നതോടുകൂടി അതിന്റെ നെഗേഷൻ ആയ P imply Q ഒരു ടോട്ടോളജി ആയി മാറുന്നു. അങ്ങനെ തിയറം ട്രൂ ആവുന്നു. കഴിഞ്ഞു. ശരി, ഡൺ. അപ്പൊ ഞാൻ അതിലേക്ക് പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം.
അതായത് നമ്മുടെ അസംഷൻ അനുസരിച്ച് 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. രണ്ട് സൈഡും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ട് സൈഡും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ, ഇവിടെ പറയുന്ന എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഇനീക്വാളിറ്റിയെ ആ മൾട്ടിപ്ലിക്കേഷൻ ബാധിക്കാൻ പോകുന്നില്ല. ഇനീക്വാളിറ്റിയെ ആ മൾട്ടിപ്ലിക്കേഷൻ ബാധിക്കാൻ പോകുന്നില്ല. എക്സ് ഇൻറ്റു 1/x നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ 1ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇൻറ്റു 0 നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 0യും ആണ്. അതായത് നമുക്ക് കിട്ടിയത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 1 പൂജ്യത്തിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ്. 1 പൂജ്യത്തിനേക്കാൾ ചെറുതല്ല, 1 പൂജ്യത്തിന് ഈക്വലും അല്ല. 1 പൂജ്യത്തിനേക്കാൾ ചെറുതും അല്ല, 1 പൂജ്യത്തിന് ഈക്വലും അല്ല. വി ഹാവ് എ കോൺട്രഡിക്ഷൻ. വി ഹാവ് എ കോൺട്രഡിക്ഷൻ. നോക്കൂ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എപ്പോഴും തെറ്റായ കാര്യമല്ലേ? എപ്പോഴും തെറ്റ, എപ്പോഴെങ്കിലും അത് ശരിയാവൂ? ഇല്ല. ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ഓൾവേസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, കോൺട്രഡിക്ഷൻ. അതായത് പി ആൻഡ് നെഗേഷൻ ക്യൂ എന്നെടുത്തത് കോൺട്രഡിക്ഷൻ ആയിപ്പോയി, തെറ്റായിപ്പോയി. പി ആൻഡ് നെഗേഷൻ ക്യൂ എന്നെടുത്തത് കോൺട്രഡിക്ഷൻ ആയിപ്പോയി. അതിന്റെ നെഗേഷനായ പി ഇംപ്ലൈ ക്യൂ ആണ് ശരി. അതിന്റെ നെഗേഷനായ പി ഇംപ്ലൈ ക്യൂ ആണ് ശരി. ദാറ്റ് ഇസ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, then 1/x greater than 0. Then 1/x greater than 0 കഴിഞ്ഞു. This is an example of a contradiction, proof by contradiction. This is an example of a proof by contradiction. We are done. മനസ്സിലായോ? ഈ പ്രൂഫിൽ എന്തെങ്കിലും മനസ്സിലാകാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓ ശരി. അപ്പോ കാര്യം കഴിഞ്ഞു. ഇതാണ് കാര്യം, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. നമ്മൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉപയോഗിച്ച ലോജിക് സ്റ്റേറ്റ്മെന്റുകളെല്ലാം പ്രൂഫിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോവുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ശരി, ഇനി ഞാനൊരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. അത് പിന്നെ നിങ്ങൾക്ക് ആവശ്യം വരുന്ന കൈൻഡ് ഓഫ് ഡെഫിനിഷൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അതായത് മോഡുലോ എക്സ്. എന്താണ് മോഡുലസ് ഓഫ് ആൻ റിയൽ നമ്പറിന്റെ ജോലി? എന്താണ് മോഡുലസ് ഓഫ് എ റിയൽ നമ്പർ? നിങ്ങൾ ഇതിന്റെ അകത്തൊരു 2 കൊടുത്താൽ, എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ എന്ത് ഉത്തരമായിട്ട് വരും? 2. ഒന്നും ചെയ്യില്ല അല്ലെ? പോസിറ്റീവ് നമ്പർ കൊടുത്താൽ ഒന്നും ചെയ്യില്ല ആണല്ലോ അല്ലെ? പോസിറ്റീവ് നമ്പർ കൊടുത്താൽ മോഡുലസ് ഒന്നും ചെയ്യില്ല, അയാളെ തിരിച്ചു തരും. ശരി, അപ്പൊ അതാണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിന്റെ അകത്ത് നിങ്ങൾ എക്സ് കൊടുത്താൽ എക്സ് തന്നെ തിരിച്ചു തരും. ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് 0 പൂജ്യത്തിനേക്കാൾ വലുതോ ആണെങ്കിൽ അത് അയാളെ അതേപോലെ തിരിച്ചു തരും. ഒരു പണി അവിടെ എടുക്കത്തില്ല. ശരി, അപ്പൊ ഇനി നിങ്ങളൊരു -2 കൊടുത്താൽ എന്ത് ചെയ്യും? -2 കൊടുത്താൽ എന്തായിരിക്കും ഉത്തരവായിട്ട് കിട്ടുന്നത്? 2 കിട്ടും അല്ലെ? അപ്പൊ -3 കൊടുത്താലോ? 3. അതായത് എന്ത് ചെയ്യുന്നു? ആ മൈനസിനെ മാറ്റി തിരിച്ചിരുന്നു. ശരി, അപ്പൊ നിങ്ങൾ നോക്കാം, മൈനസ് ഉള്ള നമ്പറിനെ മൈനസ് മാറ്റാനായിട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോയി. അപ്പൊ -3യെ 3 ആക്കാൻ വേണ്ടിയിട്ട് മൈനസ് ഇൻറ്റു -3 ചെയ്താൽ മതി, 3 ആയിക്കോളും. -5നെ 5 ആക്കാനായിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അത് 5 ആയിക്കോളും. അപ്പൊ അത്രേ ഉള്ളൂ. ഇഫ് എക്സ് ലെസ് ദാൻ 0, നിങ്ങളെടുത്ത എക്സ് ലെസ് ദാൻ 0 നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത് പോസിറ്റീവ് ആയിക്കോളും. കഴിഞ്ഞു. ദിസ് ഇസ് മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയത്. മോഡുലസ് ഓഫ് എക്സ്, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ റിയൽ നമ്പർ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ റിയൽ നമ്പർ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനാണ്. ഇതാണ് ഫംഗ്ഷൻ. അതായത് അവർ ചെയ്യുന്ന ജോലിയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് തരുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അയാൾ അതേപോലെ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇനി അല്ല, നിങ്ങൾക്ക് തരുന്ന നെഗറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ അയാൾ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, അത് പോസിറ്റീവ് ആയിക്കോളും, അയാൾ എടുത്ത് എഴുതുക എന്നുള്ളത്. ഇതാണ് ജോലി. ഇതൊന്ന് പഠിക്കുക, ഇതൊന്ന് നോക്കി വെക്കുക. ഇനി മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ എഴുതുമ്പോൾ ആരും അന്തം വിട്ടിരിക്കരുത്. ഇതാണ് ഡെഫിനിഷൻ.
ഇതാണ് മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ. മോഡുലസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ വി ആർ ഡൺ. ഓക്കെ, ശരി. നൗ നെക്സ്റ്റ് തിയറം. If the sum of a real number with itself is equal to its square, then the numbers 0 or 2. Then the number is 0 or 2. Okay. അതായത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ എന്താണ് ഒരു റിയൽ നമ്പർ അയാളോട് തന്നെ കൂട്ടുമ്പോൾ ആ നമ്പറിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു റിയൽ നമ്പർ എക്സ് അയാളോട് തന്നെ കൂട്ടുമ്പോൾ ആ നമ്പറിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ, ആ നമ്പര് 0 or 2 ആണ്. അതായത് if sum of a real number with itself is equal to the square. if ആണ്, implication ആണ്. if the sum of the real number with itself is equal to its square. അതായത് x plus x equal to x square. if അതായത് if x plus x എന്ന് വെച്ചാൽ 2x equal to x square, then നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? then the number is 0 or 2. then x equal to 0 or x equal to 2. then x equal to 0 or x equal to 2. ഇതാണ് കാര്യം. അതായത് ഇംപ്ലിക്കേഷൻ ആണ്, അതിന്റെ കോൺസിക്വന്റിൽ ഒരു ഓർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഓർ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ലെറ്റ് p equal to 2x equal to x square. p എന്ന് പറയുന്നത് 2x equal to x square എന്ന സ്റ്റേറ്റ്മെന്റ്, q എന്ന് പറയുന്നത് x equal to 0 എന്ന സ്റ്റേറ്റ്മെന്റ്, ആൻഡ് r എന്ന് പറയുന്നത് x equal to 2 എന്ന സ്റ്റേറ്റ്മെന്റ്. r എന്ന് പറയുന്നത് x equal to r എന്ന സ്റ്റേറ്റ്മെന്റ്, x equal to 2 എന്ന സ്റ്റേറ്റ്മെന്റ്. therefore we can write statement as p imply q or r. p imply q or r ആണ് സ്റ്റേറ്റ്മെന്റ്. ഡൺ. അപ്പോ ഈ p imply q or r എനിക്ക് പ്രൂവ് ചെയ്യണം. p imply q or r എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് ഞാന് ഇവിടെ p imply q or r ന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ച് കാണിച്ചു തരാം. p imply q or r ന്റെ ട്രൂത്ത് ടേബിളും പിന്നെ p and negation q imply r. p and negation q imply r. ഈ രണ്ടുപേരുടെ ട്രൂത്ത് ടേബിൾ ആണ് എനിക്ക് വരയ്ക്കാനുള്ളത്. p imply q or r ഉം p and negation q imply r. ഇവിടെ രണ്ടുപേരുടെ ട്രൂത്ത് ടേബിൾ ആണ് വേണ്ടത്. ഞാൻ ഒന്നും കൂടെ പറയാം ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന്. എന്താണ്, ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതി, സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ പ്രൂഫ് എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ് അത് എഴുതി, എന്നിട്ട് അയാളെ സിമ്പലിലേക്ക് ഞാൻ മാറ്റി, എന്നിട്ട് അയാളെ ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിലേക്ക് മാറിയപ്പോൾ p imply q or r ആണ് വേണ്ടത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും ട്രൂത്ത് ടേബിൾ p imply q or r ഉം പിന്നെ p and negation q imply r ന്റെയും ട്രൂത്ത് ടേബിൾ വരയ്ക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ,